ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലം കേക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ ചേർത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ സോക്ക് ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഈസിയാണ്. അപ്പോൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചിലർക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. മെൽറ്റായി തുടങ്ങുമ്പോൾ ഒരു കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കുറേ കൂടി ഒന്ന് മെൽറ്റായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ഇതിലേക്ക് ഒന്ന് അലിഞ്ഞ് ചേരാനുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മൊത്തത്തിൽ മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ക്യാരമൽ ആയിട്ടുള്ളതൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ടാവും. അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടങ്ങ് മെൽറ്റായി കിട്ടും. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് പഞ്ചസാരയുടെ സിറപ്പ് ഒന്ന് തിക്കായിട്ട് വരും. എല്ലാം ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി കഴിയുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ഒന്ന് മെൽറ്റാവാനുണ്ട്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് കുറുകി വരണം. 1/2 കപ്പ് തന്നെ നമ്മൾ കേക്കിലേക്ക് ചേർക്കുമ്പോൾ ഒരുപാട് കേക്കിൻ്റെ ബാറ്റർ ലൂസായി പോവും. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml അളവ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവ് കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മൈദയിൽ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ടൂട്ടി ഫ്രൂട്ടിയും 1 ടേബിൾ സ്പൂൺ ചെറി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഡേറ്റ്സും 1.5 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റൈസിൻസും കുറച്ച് കിവി ഡ്രൈഡ് ആയിട്ടുള്ള കിവിയാണ്. പിന്നെ റൈസിൻസ് ഗോൾഡൻ എടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഡേറ്റ്സും ബ്ലാക്ക് കളറിലുള്ള ആ റൈസിൻസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ടൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ 1 കപ്പാണ് ഞാനിതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയുടെ ബാറ്ററിലേക്ക് ഈ ഒരു നട്ട്സ് എല്ലാം അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കേക്കിൻ്റെ താഴെ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഈവനായിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈദയിൽ ഇങ്ങനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വിളയിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഈസിയാണ് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വർഷവും അതിൻ്റെ ബാക്കി വന്നിട്ടുള്ളതാണ് ഇതിരിക്കുന്നത്. ഒട്ടും തന്നെ ചീത്തയാവുകയൊന്നുമില്ല. നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ ഷുഗർ സിറപ്പിലൊക്കെ ഒന്ന് വിളയിച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിലേക്കായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി വേണം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 5-6 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ജാതിക്കയുടെ ഒരു ചെറിയ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 2 നുള്ള് അയമോദകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അയമോദകവും
ജാതിക്കയുടെ ആ ഒരു പീസ് ഇല്ലെങ്കിൽ ഈ ഗ്രാമ്പു മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതാണ് അയമോദകം. ഇനി ഇത് നന്നായിട്ടങ്ങ് പൊടിച്ചിട്ട് എടുക്കാം. ഈ പഞ്ചസാര അടിച്ചെടുക്കുന്ന മിക്സിയുടെ ജാറിൽ തന്നെ മുട്ടയും അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഒരു ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ബീറ്റ് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബീറ്ററിൻ്റെ ആവശ്യം തന്നെ ഇല്ല ഈ ഒരു കേക്കിലേക്ക്. അപ്പോൾ ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയോടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര മിക്സിയിൽ പൊടിക്കുമ്പോൾ ആ ഒരു ഇതിലേക്ക് തന്നെ മുട്ടയും ഉടച്ച് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം. സിറപ്പ് നന്നായിട്ട് തണുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കായി വരും. അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ബീറ്ററൊന്നും വേണ്ട. ഇതുപോലൊരു ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ചിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബട്ടർ മെൽറ്റാക്കിയിട്ട് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് ഈ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ മിക്സായി വരണം. അപ്പോൾ എല്ലാം നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഒരുപാട് ലൂസായി പോരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ താഴെ കിടക്കും. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിൽ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് ടിന്ന് ഓയിൽ കൊണ്ട് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ടും ചെറി കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇതിനി ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ ബേക്കായിട്ടുണ്ട്. ടൂത്ത് പിക്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. നല്ലപോലെ തന്നെ തണുത്തിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പ്ലം കേക്കൊക്കെ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോൾ ആ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള നട്ട്സും ചെറിയൊന്നും താഴ്ന്നൊന്നും പോയിട്ടില്ല. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ഇതുപോലെ കിട്ടൂ. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ ഇട്ട് കൊടുക്കുന്ന നട്ട്സും ചെറിയൊക്കെ താഴേക്ക് പോവും. ഇതിൽ ഉള്ളിൽ ചേർത്തിട്ടുള്ള നട്ട്സൊക്കെ നന്നായിട്ട് തന്നെ എല്ലായിടത്തേക്കും ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു പ്ലം കേക്കാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കേക്കിൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്യാൻ കുറച്ച് സമയം മാത്രം മതി. പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്ന ഒരു കേക്ക് ആയതുകൊണ്ട് 45 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒരുപാട് പേര് വീഡിയോ കാണും, ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഈസി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്